ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയുടെ വീട്ടിലേക്കൊന്ന് ചെല്ലുകയാണ്. നിക്കാഹിന് ശേഷം മഹദി താമസിക്കുന്ന അവരുടെ വീട്ടിലേക്കൊന്ന് ചെല്ലുകയാണ്. മകളെ നിക്കാഹ് കഴിപ്പിച്ചു വിട്ടാൽ ആ വീട്ടിലൊന്ന് ചെല്ലാൻ, മകളുടെ സുഖവിവരങ്ങളൊന്ന് അറിയാനുള്ള ആവേശം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചെന്നു. ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും തന്റെ പ്രിയപ്പെട്ടവനായ പ്രിയതമനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും തമ്മിൽ ചെറിയ ഒരു വിഷയത്തിൽ ചർച്ച നടന്ന് പിണങ്ങി കഴിയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ, എന്തേ ഫാത്തിമ നീ കരയുന്നത്? അലി റളിയല്ലാഹു അൻഹു നിന്നെ വേദനിപ്പിച്ചോ എന്ന് ചോദിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സങ്കടം വന്നത് വേറൊന്നും കൊണ്ടല്ല. യഖൂലു ഹാദാ, അലി റളിയല്ലാഹു തആല അൻഹു എന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അല്ലാഹുവിന്റെ ഹബീബെ അങ്ങയുടെ ഇഷ്ടക്കാരൻ എന്നോട് പറഞ്ഞു, അനാ ഹഖ്ഖു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻകി യാ ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ, നിന്നെക്കാളും അല്ലാഹുവിന്റെ ഹബീബിന് ഏറെയും ഇഷ്ടം എന്നെയാണ് ഫാത്തിമ എന്ന് അലി റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു. നബിയെ, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അങ്ങ് സത്യം തുറന്നു പറയണം, എന്നെയല്ലേ നബി അങ്ങക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, അള്ളാന്റെ ഹബീബെ, അങ്ങ് സത്യം പറയണം, ഫാത്തിമയെക്കാളും അങ്ങേക്ക് ഏറെ ഇഷ്ടം എന്നോടാണെന്നുള്ള ഹക്ക് അങ്ങ് തുറന്നു പറയണം. രണ്ടുപേരും മത്സരമാണ്. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം ഏറ്റവും അധികം ലഭിക്കുന്നതല്ലെങ്കിൽ ലഭിച്ചത് എനിക്കാണ് എന്നുള്ള ആ ഒരു ഭാഗ്യം നേടുന്നതിനുള്ള മത്സരമാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളുടെ കൂരയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകെ സങ്കടമായി. എന്തു പറയും? അലി റളിയല്ലാഹു തആല അൻഹുവിനോടാണെന്ന് പറഞ്ഞാൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സ് തളർന്നു പോകും, തകർന്നു പോകും, ഉടഞ്ഞു പോകും. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടാണെന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിന് സങ്കടം വരുമായിരിക്കാം. എങ്കിലും പുരുഷനല്ലേ, സങ്കടം സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് പറയുന്നു, അലിയേ, ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ലോകത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അലിയേ, എന്റെ പൊന്നുമോളായ തങ്കക്കുടമായ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹയാണ് അലിയേ. ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ തോന്നിപ്പോയാലും അലിയേ, ഞാനിത് പറയുമ്പോ എന്റെ അലിയാര് തങ്ങളെ നിന്റെ മനസ്സിന്റെ അകത്തെ സങ്കടം തോന്നിയാലും നിനക്കല്ല അലിയേ, എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, എന്റെ ഉമിനീര് കുടിക്കാ, ഒളു കൊടുക്കുമ്പോ എന്റെ വിരൽ തുമ്പിൽ നിന്നിട്ട് വീഴുന്ന വെള്ളം കുടിക്കാ കാത്തിരിക്കുന്ന ആയിരക്കണക്കാറ് സച്ചരിതരാറ് സൽക്കർമ്മകാരികളായ സഹാബത്തിന്റെ മനസ്സിന്റെ അകത്ത് സങ്കടം തോന്നിപ്പോയാലും, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ മനസ്സിന്റെ അകത്ത് നൊമ്പരം തോന്നിപ്പോയാലും, ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു പോയാലും ഞാൻ സത്യം പറയട്ടെ അലിയേ, ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് എന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉള്ളിലുള്ള പ്രണയം മുഴുവനും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുത്തു എന്ന് നമുക്ക് ബോധ്യമായി. ഈ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയല്ലേ നമ്മൾ സ്നേഹിക്കാനുള്ളത്? ഈ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇഷ്ടപ്പെടാനുള്ളത്? അതുകൊണ്ടാണ് ആ മഹദി, ഇന്ന് പലരും ആ മഹദിയെ മറന്നുപോയി. പലർക്കും ആ മഹദിയെ കുറിച്ച് ചിന്തിക്കാനുള്ള നേരമില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞിരുന്നെന്നറിയോ? ഫാത്തിമത്തു ഖിത്അത്തു മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കരളാണ്. ഇതൊരു വെറും വാക്കല്ല. നമ്മൾ ചിലപ്പോ മക്കളോട് പറയല്ലോ, മക്കളോട് പറയും, 2 മിഠായി കൊണ്ടുവന്നു, ഒരു മിഠായി വീട്ടിൽ വന്ന് വാപ്പച്ചി തപ്പി വെക്കിയപ്പോ ഒന്നേ ഉള്ളൂ, ഒന്ന് കണ്ടില്ല, 2 മക്കളുണ്ട് വീട്ടിൽ. അപ്പോ ആദ്യമേ 2 ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഒന്നെടുത്ത് ഇളയാളിന് കൊടുത്തു. മൂത്താളിന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ, നമുക്ക് പലപ്പോൾ അബദ്ധം പറ്റണം, അതുകൊണ്ട് പറയാം, ജുബയിൽ 4 പോക്കറ്റ് ഉണ്ടാകുന്ന വേണ്ടിയിട്ടൊന്നും കാര്യമില്ല. മക്കൾക്ക് കൊണ്ടുവന്ന സാധനം സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്.
അപ്പോ നമ്മളിങ്ങനെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി, ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു മോന് കൊടുത്ത് രണ്ടാമത്തെ നോക്കുമ്പോന്നില്ല, മറ്റവനാണെങ്കിൽ അവന് കൊടുക്കത്തില്ല. ആകെ പ്രശ്നമായി. അപ്പൊ നമ്മള് കരയുന്ന മോനെ എടുത്തിട്ട് പറയും, വാപ്പച്ചിയുടെ കരളല്ലേടാ, വാപ്പച്ചിയുടെ മുത്തല്ലേടാ. അത് വെറുതെ പറയാ. കാരണം കരയാതിരിക്കാൻ വേണ്ടി, ഇനി മുട്ടായി വാക്കാൻ വേണ്ടി പാതിരാത്രി കടയിൽ പോകാൻ വയ്യ, അതുകൊണ്ട് മക്കൾ വാപ്പച്ചിന്റെ കരളല്ലേ, മക്കൾക്ക് വാപ്പച്ചി നാളെ 10 മുട്ടായി വാങ്ങിച്ചു തരുമല്ലോ എന്ന് പറയാം. അപ്പോ ജ്യേഷ്ഠൻ ഇങ്ങനെ കഴിക്കണം നോക്കി ഇങ്ങനെ ഉമ്മിനീര് കുടിച്ചിറക്കിയിട്ട് നാളെ എനിക്ക് വാപ്പച്ചി വാങ്ങിച്ചു തരുള്ളൂ അങ്ങനെ. അപ്പൊ ഇത് വെറും വാക്കാണ്. കരളല്ലേ എന്ന് പറയുമ്പോ നമ്മുടെ മക്കൾ നമ്മുടെ കരളല്ല, അല്ലെങ്കിൽ സ്നേഹമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ അവസരങ്ങളിലൊക്കെ നാം പറയുന്ന വെറും വാക്ക് പോലെ അള്ളാന്റെ ഹബീബ് പറഞ്ഞതല്ല, ഇതങ്ങനെ പറഞ്ഞതല്ല. ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് പൊട്ടിക്കരയുന്ന പൊന്നുമോളെ വാരിയെടുത്തിട്ട് എന്റെ കരളെ എന്ന് വിളിക്കുന്ന ഒരു ഉമ്മ പറയുന്ന ലാഘവത്തോടെ പറഞ്ഞതല്ല. വിദേശ രാജ്യത്ത് പോയ പൊന്നുമോന്റെ വിവരമില്ലാതെ അവസാനമാ തങ്കക്കുടം ഫോൺ വിളിക്കുമ്പോ ഓടി വന്ന് ഫോൺ എടുത്തിട്ട് പൊട്ടിക്കരയുന്ന പിതാവ്, എന്റെ മോനെ നീ എന്റെ കരളാടാ, നീ എവിടെയാണടാ എന്ന് ചോദിക്കുന്ന ഒരു പിതാവിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. ലോകത്തിന്റെ നായകന്റെ മനസ്സ് നിറച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടുള്ള സ്നേഹം കൊടുത്തിട്ട് പൊന്നാര നബി തങ്ങൾ പറയാ, ഫാത്തിമത്തു ഖിത്അതു മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാ, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, ആ സ്നേഹപ്രപഞ്ചത്തിന്റെ കവാടങ്ങൾ ആയിരക്കണക്കിന് തുറന്നു വെക്കുന്ന മനോഹരമായ വാക്കുകൂടി അല്ലാഹുവിന്റെ ഹബീബ് പറയുക. കാസർഗോഡ് ജില്ലയുടെ പൗൽ പള്ളിയുടെ പരിസരത്തുള്ള ഐസിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ സംഘടിപ്പിച്ച നിറഞ്ഞ സരസിൽ വന്നിരുന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാധുര്യം പെറുക്കിയെടുക്കാൻ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വളരെ നേരത്തെ വന്ന് നിറഞ്ഞു കവിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന ഈ സരസിൽ ചെലവഴിക്കുന്ന 2-2.5 മണിക്കൂർ സമയം ചെലവഴിക്കുന്ന ആ സമയത്തിന് പകരം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ ഉതകുന്ന ഒരു മഹത്തായ വാക്കുകൂടി അല്ലാഹുവിന്റെ ഹബീബ് അതിനുശേഷം പറയുകയാ, ഫാത്തിമത്തു ഖിത്അതു മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാ, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാ. ഫമൻ അഹബ്ബഹാ, ആരെന്റെ ഫാത്തിമയെ ഇഷ്ടപ്പെടുന്നുവോ, ആരെന്റെ ഫാത്തിമയെ സ്നേഹിക്കുന്നുവോ, അഹബ്ബനീ, അവരെന്നെയും സ്നേഹിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ആര് എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഇഷ്ടപ്പെടുന്നുവോ, സ്നേഹിക്കുന്നുവോ, അഹബ്ബനീ, അവരെന്നെയും ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. വമൻ അബ്അലഹാ, ആര് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് കോപിക്കുന്നുവോ, അവരെ വെറുക്കുന്നുവോ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വമൻ അബ്അലഹാ, ആരെന്റെ മഹിളാ രത്നമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വെറുക്കുന്നുവോ, അബ്അലനി, അവൻ എന്നെ വെറുപ്പിച്ചവനാണ്. അള്ളാന്റെ ഹബീബ് പറയാൻ കേട്ടോ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രമല്ലാതെ വേറെ ആരെ ചരിത്രമാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്കിന്ന് പഠിക്കാനുള്ളത്? ചോദിക്കട്ടെ, ഞാൻ ഈ കാസർഗോഡ് ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചോദിച്ചാൽ പറഞ്ഞു തരുമല്ലോ. സച്ചിൻ ടെണ്ടുൽക്കർ എത്ര സെഞ്ചുറി അടിച്ചു? ഇപ്പൊ പറഞ്ഞു തരും, ഇപ്പോ പറഞ്ഞു തരും. സിനിമാ നടന്മാരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞു തരും. എന്തെല്ലാം എന്തെല്ലാം. സിനിമാ സംവിധായകന്മാരെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും. സിനിമാ നടികളെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും. അതിനേക്കാളുപരി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിച്ചേ, ഗ്ലോറിയക്ക് എത്ര വയസ്സുണ്ട്? ഗ്ലോറി ആരാ നിങ്ങൾക്കറിയില്ല? അല്ലോ, കാസർഗോഡ് ജില്ല മൊത്തം ഈമാൻ അങ്ങ് നിറഞ്ഞു. അല്ലെങ്കിൽ സരസിൽ വന്നിരിക്കുമ്പോ തല കുലുക്കൂല, പണ്ടുള്ള സ്വഭാവം. സഹോദരിമാരൊക്കെ പറയും, നമ്മളെ വിഷയത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ല ഇന്ന് പണി കിട്ടില്ല. അപ്പൊ ഈ സ്ത്രീകളുടെ സീരിയലിൽ അഭിനയിക്കുന്ന കേവലം എന്റെ പ്രിയപ്പെട്ടവരെ 1 സെക്കൻഡ് അഭിനയിച്ചുകൊണ്ട് കേരളത്തിന്റെ മഹിളകളെ മൊത്തം കരയിപ്പിക്കാനുള്ള അഭിനയശേഷി നേടിയെടുത്ത സീരിയൽ നടികളുടെ ചരിത്രം പഠിച്ച പെങ്ങളെ, സുനിത വില്യംസിന്റെയും അതുപോലെ തന്നെ ഗ്ലോറിയയുടെയും സോഫിയയുടെയും സാലിയ മിർസയുടെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നുപോയിക്കൊണ്ട് പഠിക്കാനുള്ള മനസ്സ് വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധ മദീനത്ത് എന്നാ കാണാം
അല്ലാഹുവിന്റെ ഹബീബിന്റെ ആരംഭപ്പൂവായ പൊന്നാര നബി തങ്ങളുടെ പൊന്നുമോള് കിടക്കുന്ന മണ്ണ് കാണാ അല്ലാഹു അത് കാണാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. ഈ രാത്രിയിൽ ഈ സദസ്സിലിരുന്നു കൊണ്ട് മദീനയിലേക്കൊന്ന് പറക്കാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിടത്തിലേക്ക് മനസ്സുകൊണ്ടൊന്ന് പറന്നതല്ല. അവിടെ പോയിട്ട് പൊട്ടിക്കരന്നുകൊണ്ടൊരു സലാം പറയാ. എന്റെ സഹോദരങ്ങളെ, നമുക്ക് കഴിയണം കേട്ടോ. ആ മഹദിയെ കുറിച്ചല്ലാതെ പിന്നെ ആരെ കുറിച്ചാ നീ പഠിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, പാതിരാത്രി നെറ്റങ്ങോട്ട് ഓണാക്കി വെച്ചിട്ട് കാമുകിമാരോട് ചാറ്റിംഗ് നടത്തുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കമ്പ്യൂട്ടറിലൂടെ, ഇന്റർനെറ്റിലൂടെ, മൊബൈലിലൂടെ, മെസ്സേജിലൂടെ, മിസ് കോളിലൂടെ, എന്റെ സഹോദരങ്ങള്, കാമുകന്മാരുടെ കടക്കെണ്ണുകൾ അങ്ങോട്ട് ഒളിയമ്പുകളായി പറന്നെത്തുമ്പോ മദീനയുടെ മുത്തുമോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ ചരിത്രം പറയുന്ന ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയാ, ലോകത്ത് ഏറ്റവും അധികം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഇഷ്ടപ്പെടുന്ന ആ മഹദിയുടെ പൊരുത്തത്തിന് വേണ്ടി പരിശ്രമം നടത്തുന്ന മുഅ്മിനീങ്ങളായി മുഖ്ലിസീങ്ങളായി മാറാ നമ്മൾ തീരുമാനിക്കണം. നാഥൻ അതിന് തൗഫീഖ് തരട്ടെ. അതിനുള്ള ഒരു ശ്രമമാണ് ഈ അതിന്റെ വേദി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ വേറെ ഒരുപാട് മേഖലകളിലേക്ക് കടന്നുപോയി. ഇന്ന് ഫാത്തിമ എന്ന് പറഞ്ഞാൽ ചുരിദാർ ഇട്ട ഫാത്തിമയെ കാണാം, ലിപ്സ്റ്റിക് ഇട്ട ഫാത്തിമയെ കാണാം, ആൽബം കണ്ടാൽ മതി. ആൽബത്തിനകത്ത് ചുരിദാർ ഇട്ട ഫാത്തിമ, ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന ഫാത്തിമ, ആൽബങ്ങളുടെ പേര് തന്നെ കൽബാണ് ഫാത്തിമ, കാലാണ് ആയിഷ, നെഞ്ചാണ് റംല, കുടലാണ് സൈനവ എന്നും പറഞ്ഞു കുറെ പേരുകൾ, ആൽബങ്ങളുടെ പേരുകൾ തന്നെ അങ്ങനെയാണ്. അപ്പോ ഈ ഫാത്തിമ എന്നുള്ള പേര് കാണുമ്പോ ഈ നമ്മുടെ ഉപ്പമാരൊക്കെ വിചാരിക്കുന്നറിയോ, നല്ല മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക പാട്ട് എന്ന് പറഞ്ഞു വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടിടുമ്പോഴാണ് 1.5 മുഴം പിന്നെ പാവാടയും ഉടുത്തുകൊണ്ട് 2 കോലും ഇങ്ങനെ കയ്യിൽ വെച്ച് സീനത്ത് പെണ്ണിന്റെ മാറത്തെ മാണിക്ക ഇങ്ങനെ കൊട്ടി പാടണ പാപ്പ കണ്ടിട്ട് ഇങ്ങനെ പറയും. അജ്ജൊക്കെ കഴിഞ്ഞു വന്നതാ, എന്നാലും കണ്ടിട്ട് പറയും നല്ല മൊഞ്ചുള്ള പാട്ട്, ഇങ്ങനത്തെ പാട്ട് ഇറങ്ങട്ടെ. ഉടനെ ജുബൈലത്ത്, അതിന്റെ വ്യക്തി നബീസത്ത്, അതിന്റെ പുറത്തുനിന്ന് റംലത്ത് ഇങ്ങനെ പറയണം. ഓരോന്നോരോന്ന് ഇങ്ങനെ തുടർച്ചയായി മുസ്ലിം വീടുകളിലെല്ലാം, എല്ലാ വീടുകളിലും നിറഞ്ഞുപോയല്ലോ സഹോദരങ്ങളെ. പണ്ട് പരിശുദ്ധ റമളാനായി കഴിഞ്ഞാൽ ഖുർആൻ ഓതാനുള്ള നേരം, കുറെ നേരം ഖുർആൻ ഓതി വൈകുന്നേരങ്ങളാകുമ്പോ അതേ തന്റെ ഉമ്മമാര് തന്റെ വീടിന്റെ അകത്തളത്തിലുള്ള അലമാര തുറക്കുകയാ. അതിന്റെ അകത്തടുക്കി വെച്ചിരിക്കുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. ഇന്നെവിടെ പോയി പെങ്ങളെ? ഇന്നതൊന്നും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കാണാനില്ലല്ലോ. ഓണവും പെരുന്നാളും വരുമ്പോ കുറെ സിനിമാ നടിമാരുടെ ചരിത്രം അടിച്ചിറക്കിയിട്ട് വനിതയും ആഴ്ചപ്പതിപ്പുകളും കടകമ്പോളങ്ങളിൽ തകർത്ത് കച്ചവടം നടത്തുമ്പോ അത് 10 രൂപയും 15 രൂപയും കൊടുത്ത് വാങ്ങിക്കൊണ്ട് വീട്ടിന്റെ അകത്ത് കൊണ്ടുവന്ന് കിടക്കയിലേക്ക് പോയി ചരിഞ്ഞു കിടന്നുകൊണ്ട് കാവ്യാമാധവന്റെ ചരിത്രം പഠിക്കുന്ന പെണ്ണ്, മീരാജാസ്മിന്റെ ചരിത്രം പഠിക്കുന്ന പെണ്ണ്, ലോകത്തുള്ള എല്ലാ തുണിയഴിച്ച് നൃത്തം ചെയ്യുന്ന പെണ്ണിന്റെ ജീവിത ചരിത്രം പഠിക്കാ നാണക്കേടില്ലാത്ത പ്രിയപ്പെട്ട പെണ്ണ്, സംസ്കാര സമ്പന്നതയെന്ന് ലോകം തലകുലുക്ക് സമ്മതിച്ചോ ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങള് അത്തരം ചീഞ്ഞളിഞ്ഞ സംസ്കാര ശൂന്യമായ ചരിത്രത്തിന്റെ അധ്യാപകരായി മാറിക്കൊണ്ടിരിക്കുമ്പോ ആ നിറഞ്ഞു കിടക്കുന്ന മനസ്സിന്റെ അകത്തിരുന്ന് പ്രിയപ്പെട്ടവരെ അഴുക്കുചാലിൽ കിടക്കുന്ന ഹൃദയത്തെ പുറത്തേക്കെടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകാശം ലോകത്ത് ആവാഹിച്ചെടുത്ത ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് നിന്റെ ഹൃദയത്തിൽ സ്ഥലം കൊടുക്കാ പരിശ്രമിച്ചോ. ഈ സദസ്സതിനു വേണ്ടിയുള്ളതാണ്. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഫാത്തിമ എന്ന പേരിട്ടിരിക്കുന്നത്? ഫാത്തിമ എന്ന പേരിടാനുള്ള കാരണം എന്താ നബി? എത്രയേ പേരുകളുണ്ട്, എന്തേ ഫാത്തിമ എന്ന് തന്നെ പേരിട്ടു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമാ സുമ്മിയത്ത് ഫാത്തിമ, ഫാത്തിമ എന്ന് പേരിട്ടത് എന്തിനെന്നറിയുമോ? ലിഅന്നല്ലാഹ ഫതമഹാ വഹജബഹാ അലന്നാർ. എന്റെ ഫാത്തിമക്ക് അല്ലാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു, എന്റെ ഫാത്തിമക്ക് അല്ലാഹു നരകം ഹറാമാക്കിയിരിക്കുന്ന സഹാബത്തെ കണ്ടോ പ്രിയപ്പെട്ട സഹോദരിമാരെ.
മടങ്ങി വന്നുകൂടെ? ഈ ചരിത്രത്തിലേക്ക്, ഈ മഹദിയെ ഉൾക്കൊള്ളുന്നതിലേക്ക്, അത് പറയുന്ന രാത്രിയിലേക്ക് നിന്റെ സമയം നിനക്ക് ചിലവഴിച്ചുകൂടെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കണ്ടോ? ലിഅന്നല്ലാഹ ഫതമഹാ വഹജബഹാ അലന്നാർ. നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്റെ ഫാത്തിമ. അതുകൊണ്ടാണ് ഫാത്തിമ എന്ന പേരിന് പോലും പവർ ഉണ്ട്. ഇന്നിപ്പോ എല്ലാവരും പണ്ടത്തെ പോലെ അല്ല, പേരിടുന്ന വിഷയത്തിൽ, മക്കൾക്ക് പേരിടുന്ന വിഷയത്തിൽ വലിയ താല്പര്യം. ഇപ്പൊ ഫാത്തിമ എന്ന പേര് എല്ലാവരും ഇടുന്നുണ്ട്. പിന്നെ അതിനു മുമ്പ് രണ്ടക്ഷരം ചേർക്കുന്നുണ്ട്. നിദാ ഫാത്തിമ, ഹിദാ ഫാത്തിമ, ഹുദാ ഫാത്തിമ. അങ്ങനെയാണ് ചിലര്. ഇക്കാടെ മോളെ പേര് ഹിദാ ഫാത്തിമ, ഇത്താടെ മോളെ പേര് നിദാ ഫാത്തിമ. അപ്പൊ ഞാൻ എന്ത് പേരിടും? ഗുദ ഫാത്തിമ. അപ്പൊ അങ്ങനെ ഇടുന്നവരുണ്ട്. അപ്പൊ ഇത് അർത്ഥം ആലോചിച്ചിട്ട് വേണം ഇടാൻ. നമുക്ക് തോന്നിയതുപോലെ എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ അടിയിൽ ഒരു ഫാത്തിമ ചേർത്ത് വെക്കാൻ പാടില്ല. അപ്പൊ നമ്മളൊരു പേരിടുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ എന്ന പേരുണ്ടല്ലോ, ഇതൊരു കേൾക്കാൻ തന്നെ എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ്. എത്രയോ എത്രയോ മക്കളില്ലാത്ത സഹോദരിമാര് ഉംറയ്ക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ, അള്ളാന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് ചെന്ന് സിയാറത്ത് കഴിഞ്ഞ് ജന്നത്തുൽ ബഖീയിലൂടെ നടന്നു പോകുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മഖാമിന് മുന്നിൽ ചെല്ലുമ്പോ 10 വർഷവും 15 വർഷവും മക്കളില്ലാതെ വേദനയോടെ പൊട്ടിക്കരഞ്ഞ എത്രയോ ദമ്പതികള് ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന് മുന്നിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും, അല്ലാ, മക്കളില്ലാത്തവളാണ് അല്ലാ, 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല റബ്ബേ. ഓരോ കുഞ്ഞുമക്കൾ ഓടിക്കളിക്കുന്ന കാണുമ്പോ കരള് വന്നുപോവുകയാ. നമ്മുടെ വീടിന്റെ പുറത്തുള്ള വീടിന്റെ മുറ്റത്ത് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ കളിക്കുമ്പോ, ഓടുമ്പോ, ചാടുമ്പോ, ചിരിക്കുമ്പോ, ഇടയുമ്പോ, നടക്കുമ്പോ, സംസാരിക്കുമ്പോ മനസ്സ് നൊന്തു പോകുന്നുവല്ല. അതുകൊണ്ട് എനിക്ക് നീ ഒരു പൊന്നുമോളെ തന്നാൽ, എനിക്ക് നീ ഒരു പൊന്നുമോളെ തന്നോ. ഈ ഹബീബിന്റെ ഇഷ്ടം പിടിച്ചു വാങ്ങിയ, ഹബീബിന് ജീവനക്കാർ പ്രിയപ്പെട്ടവളായിരുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പേര് ഞാൻ എന്റെ പൊന്നുമോൾ കിട്ടുകൊള്ളാമെന്ന് നിയ്യത്ത് ചെയ്ത എത്രയോ സഹോദരിമാർക്ക് അല്ലാഹു പടച്ചതമ്പുരാ ഫാത്തിമമാരെ കൊടുത്തിട്ടുണ്ട്. പെങ്ങളെ, കരയുന്നവരെ ഒരിക്കലും മദീന ചിരിപ്പിക്കാതെ മടക്കി വിടൂല. അതാണ് മദീന. പ്രിയപ്പെട്ടവരെ, അവിടെ പോയി നിന്ന് ഉള്ളുരുകുന്നവർ ആ ഉരുകിയതിന്റെ വിഷയത്തിൽ ചിരിക്കാതെ മരിക്കൂല. ആ കാര്യം നേടിയിട്ട് മരിക്കും. അള്ളാഹു അങ്ങനെയുള്ളവരെ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആ മഹിളാരത്നമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ലിഅന്നല്ലാഹ ഫതമഹാ വഹജബഹാ അലന്നാർ. അവർക്ക് നരകം അല്ലാഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഹറാമാക്കിയിരിക്കും എന്ന് പറയുമ്പോ കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാര് ചിന്തിക്കരുത്, എന്റെ മോൾക്ക് അങ്ങനെ ഫാത്തിമ എന്നിടാം, അവള് നരകത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അത് പറ്റില്ല. ഇന്ന് ഫാത്തിമമാരെയാണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത്. ഇവിടെ പിന്നുകുത്തി, ഇവിടെ സൂചി കുത്തി, മൊത്തവും മറച്ചിട്ട് 2 മക്കളെയും കൊണ്ട് എളാപ്പാന്റെ കൂടെ വിളിച്ചോടിയതാണ്. ഇപ്പോഴത്തെ വാർത്ത ഏതാണ്? അങ്ങനെയാണ് വരിക, അങ്ങനെയാണ് വിടുക. ഒരിക്കൽ എന്റെ വൈഫിനെയും കൊണ്ട് ദൂരേക്ക് ചിലപ്പോൾ പോകുമ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ ഭാര്യയെ കൂടി ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. കാരണം എന്നും ഇങ്ങനെ വാത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കും, അള്ളാഹു ഇയാൾ എന്തിനാ നിക്കാഹ് ചെയ്തല്ലേ. ഞാനിങ്ങനെ പോയിട്ട് പറയും, ഞാനിപ്പോ കോഴിക്കോട് ബീച്ചിൽ നിക്കാടി വാതിന് വന്നിട്ട്, നിങ്ങൾ കണ്ടോ, എല്ലാം കണ്ടോ, ബീച്ചൊക്കെ കണ്ടോട്ടെ, നാളെ കാസർഗോഡല്ലേ, പൊയ്ക്കോളൂ. ഇങ്ങനെ പറയില്ലേ? അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധമുള്ള ഭർത്താവ് തന്നെയാ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ വീട്ടുകാരെ കൂടി ഇങ്ങനെ കൊണ്ടുപോയി ഒരു സദസ്സിൽ പറഞ്ഞ വിഷയം എന്താ, ഒളിച്ചോട്ടം പറഞ്ഞു. അന്ന് പത്രത്തിൽ വന്നതാ ഒരിത്ത പിന്നെ എളാപ്പാന്റെ കൂടെ വിളിച്ചോടി 2 മക്കളെ കൊണ്ട്, വാപ്പാടാ എന്റെ കൂടെ. സുബ്ഹാനല്ലാഹ്, എന്തൊരവസ്ഥയാ. അങ്ങനെ ശക്തമായി സ്ത്രീകൾക്കെതിരെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോ മുള്ള പറഞ്ഞു, സംഭവമൊക്കെ ഉഷാറാ, വാതൊക്കെ നല്ല സൂപ്പറാണ്, പക്ഷേ ഈ സ്ത്രീകളെ കുറിച്ചുള്ള പറച്ചില് ഇനി അങ്ങ് കുറയ്ക്കണം, അത് ശരിയല്ല, നിങ്ങൾ ശരിക്കും പറയുന്നുണ്ട്. എല്ലാരും പറഞ്ഞു, പക്ഷെ ഇന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് ഇനി മേല, ഇന്ന് പറഞ്ഞിരിക്കട്ടെ, ഇനി മേലെ പറയാം. ഞാൻ പറഞ്ഞ അതെന്റെ സ്ത്രീകളുടെ വിഷയമല്ലേ, അത് സ്ത്രീകളുടെ വിഷയം മാത്രം പറഞ്ഞാൽ മതി. എളാപ്പ ഓടാൻ നിന്നോണ്ടല്ലേ സ്ത്രീ ഓടിയത്, അപ്പൊ എളാപ്പയെ കുറിച്ച് പറയണ്ടേ? നിങ്ങൾ ഈ പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ എളാപ്പ ഓടിയുണ്ടല്ലേ മോള് ഓടിയത്. അപ്പൊ എളാപ്പയെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കാത്തത്, നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രം കൽപ്പിടിക്കണല്ലോ, അവർ ചെയ്തു എന്ന് പറഞ്ഞ്. അപ്പൊ ആ സംഭവം ഞാൻ ആലോചിച്ചത് ശരിയാ, ഭാര്യ പറഞ്ഞ കറക്റ്റാ. വിഷയം 2 കൂട്ടരിലും തെറ്റുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും ഫാത്തിമ എന്നങ്ങ് പേരിട്ടാ മതി, ഹോർലിന്റെ പർദ്ദയും കൊട്ടിട്ടാ മതി, ലാമിയയുടെ പർദ്ദയും കൊട്ടിട്ട് അവിടെയും പിന്നെ കുത്തി ഇവിടെയും പിന്നെ കുത്തി അങ്ങോട്ട് നടന്നാ പിന്നെ അല്ല നേരെ ഡയറക്റ്റ് സ്വർഗത്തിലാ, പിന്നെ എന്ത് നടന്നാലും അല്ല പുറത്തു കൊടുക്കുമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിന്റെ ഈ പൗലിന്റെ പരിസരത്തുള്ള മജ്‌ലിസിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ പൊന്നുമോളെ, ആ വസ്ത്രം ധരിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ആ വസ്ത്രത്തിന്റെ ഉള്ളില് അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഖൽബ്, ഹൃദയം. അവിടെ പർദ്ദ ഉണ്ടാവണം, അവിടെ മഫ്ത ഉണ്ടാവണം, അവിടെ ഷാൽ ഉണ്ടാവണം, അവിടെ പിന്നുണ്ടാവണം, അവിടെ സൂചി ഉണ്ടാവണം, അവിടെ തഖ്വ ഉണ്ടാകണം. പുറമെ ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ ഉണ്ടായിട്ട് പുറമെ ഉണ്ടായാൽ അതിന് പ്രതിഫലം കൂടുതലാണ്. അവർക്കാണ് ഒറിജിനൽ ഫാത്തിമ റളിയല്ലാഹു തആല അന്ന കടന്നു പോകുന്ന സ്വർഗത്തിന്റെ പിന്നിൽ ഇങ്ങനെ കടക്കാൻ, അവരുടെ പിന്നിലൂടെ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കും. അപ്പൊ നല്ല പേരാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അന്നത്. ആ പേരിട്ടോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ പേരിടാനുള്ള കാരണം എന്ത്? ലിഅന്നല്ലാഹ ഫത്തമഹ. ഫാത്തിമ എന്ന് പറഞ്ഞാൽ എന്താ? ഫത്തമഹ, ആ ഫാത്തിമയെ തടഞ്ഞിരിക്കുന്നു നരകത്തിൽ നിന്ന് തടഞ്ഞിരിക്കുകയാണ്. ഫത്തമ എന്ന് പറഞ്ഞാൽ തടഞ്ഞു, അല്ലെങ്കിൽ അടച്ചു, അല്ലെങ്കിൽ മറച്ചു. ഫാത്തിമ എന്ന് പറഞ്ഞാൽ നരകം മറച്ചവൾ, നരകം ഹറാമായവൾ, നരകം തടഞ്ഞവൾ. അല്ലാഹു തആല നമ്മുടെ പെൺകുട്ടികളെയൊക്കെ ആൺമക്കളെയും സംസ്കാര സമ്പന്നതയുടെ കളിത്തൊട്ടിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. ഈ കാസർഗോഡ് ജില്ലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ 3 സ്ഥലത്ത് വാതിന് വന്നു. 3 സ്ഥലത്ത് ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ്. എന്ത് ദുആ ഇടയിൽ ഇങ്ങനെ ചെയ്താലും 2 കൈ ഇങ്ങനെ വെച്ച് ആമീൻ. വേറൊരൊറ്റ ജില്ലയിൽ വല്ലാഹി ഞാൻ കണ്ടിട്ടില്ല കേരളത്തിനകത്ത്. കണ്ണൂര്, കൊല്ലം, കോഴിക്കോട്, ആലപ്പുഴ, എറണാകുളം, അവിടെ ഒന്നും, തൃശ്ശൂർ, അവിടെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. എന്ത് ദുആ ചെയ്താൽ ആമീൻ. അതിവിടത്തെ അതൊരു ഭവ്യത കൂടിയാണ്. അപ്പോൾ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ മഹത്തായ ജീവിതത്തിന്റെ മാതൃകകളിലേക്ക് കടക്കുകയാണ്. ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബിനെ പോലെ ആ രൂപത്തിനോട്, ഭാവത്തിനോട് ഏറ്റവും സാദൃശ്യമുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയല്ലാതെ ലോകത്തൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു അഹദൻ അശ്ബഹ മിൻ ദംബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഫാത്തിമ ഫീ ഖിയാമിഹാ വഖുഊദിഹാ. അള്ളാന്റെ ഹബീബ് നടക്കുന്ന പോലെ, അള്ളാന്റെ റസൂൽ ഇരിക്കണ പോലെ, അള്ളാന്റെ ഹബീബ് നിക്കണ പോലെ ഒക്കെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്നു. എല്ലാം അതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തായിരുത്ത ഇതൊക്കെ അള്ളാഹു യോജിപ്പിച്ചു കൊടുത്ത ഒരൊറ്റയാള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് എന്ന് ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാൻ. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നടന്നു വരുമ്പോൾ ഒരു സഹാബി വര്യൻ പറയുന്നു, ഫാത്തിമ, നിങ്ങൾ നടന്നു വരുന്ന കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നടന്നു വരുന്ന പോലെ തോന്നിപ്പോയി. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു വരുന്ന പോലെ ഫാത്തിമ നിങ്ങൾ നടന്നു വന്നപ്പോ തോന്നിപ്പോയെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറയുകയാണ്. ആ മഹദി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, കാരണം ഹബീബിനെ പോലെ ആക്കിയല്ലോ, എത്ര സന്തോഷമാണ്. അതുകൊണ്ടല്ലേ പൊന്നാര നബി തങ്ങൾ ലോകത്തിരുന്ന് വിട പറഞ്ഞപ്പോ ഓരോരുത്തര് തളർന്ന മനസ്സുമായി മദീനയുടെ മുറ്റത്ത് തളർന്നു വീണപ്പോ, ഓരോരുത്തര് തകർന്ന മനസ്സുമായി മദീനയുടെ മുറ്റത്ത് തകർന്നു വീണപ്പോ, എന്തിനേറെ കറുത്തവനെന്ന് ലോകം പറഞ്ഞ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് വെളുത്തവന് കിട്ടുന്ന പവറിനേക്കാൾ പവർ വാങ്ങിക്കൊടുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ആ മസ്ജിദുൻ നബവിയുടെ റൗള ശരീഫിന്റെ മുറ്റത്ത് പോയി വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു പോ
പോയി വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു പോയി നബിയില്ല ലോകത്തെ ഓർത്ത് ഞാനെന്ത് ചെയ്യുമെന്നാർത്ത് വേവുന്ന മനസ്സിന്റെ താപമേറ്റനവധി പൂവും കീനാവുകളും കൊഴിഞ്ഞു പോയി. അല്ലാഹ് ശരീഫിന്റെ മുറ്റത്ത് വന്ന് ഒരു മീൻ പിടയ്ക്കുന്ന പോലെ, കടൽ നിന്ന് കരയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു മീൻ കിടന്ന് പിടയ്ക്കുന്ന പോലെ അല്ലാഹ് ശരീഫിന്റെ മുറ്റത്ത് കിടന്ന് പിടഞ്ഞിട്ട് ബിലാൽ മഅദി റളിയല്ലാഹു തആല അൻഹു പോലും പൊട്ടിത്തകരുമ്പോ അവിടെ അല്പമെങ്കിലും ക്ഷമയോടുകൂടി നിന്നതാരാ? അവിടെ അല്പമെങ്കിലും സഹനത്തോടുകൂടി നിന്നതാരാ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മാത്രമാ. കാരണം എന്തെന്നറിയോ? എനിക്കെന്റെ ഹബീബിനെ കാണാമല്ലോ, എനിക്കെന്റെ ഹബീബിനെ കാണാമല്ലോ. മദീനയുടെ മസ്ജിദുൻ നബവിയുടെ റൗളാ ശരീഫിന്റെ കത്തളത്തിൽ എന്റെ ഹബീബിനെ കൊണ്ടുവന്നടക്കം ചെയ്താൽ എനിക്കെന്റെ ഹബീബിനെ കാണാ. ആരിലൂടെ കാണാ? ആരിലൂടെ കാണാ? എന്റെ ചട്ടക്കൂരകടകത്ത് നിലാവിന്റെ നറുപുഞ്ചിരിയുമായി എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവളെ ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് പിടിച്ചു തന്ന ലോകത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വിലമറിക്കാനാകാത്ത നിധി കൂമ്പാരമേ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. എനിക്കുണ്ടല്ലോ ആ ഒരു സമാധാനം മാത്രമാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഹബീബിന്റെ വേർപാടിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണിലൂടെ, കയ്യിലൂടെ, കാതിലൂടെ, മുഖത്തൂടെ, സംസാരത്തിലൂടെ, പുഞ്ചിരിയിലൂടെ, കണ്ണീരിലൂടെ എന്റെ ഹബീബിനെ എനിക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ആ ഒരു അതുപോലെ സാദൃശ്യത വേറൊന്നിനോടുമില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറയാം, ലോകത്ത് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടായത് രണ്ട് കാര്യം നടന്നപ്പോഴാണ്. അതുപോലെ സന്തോഷം വേറൊരു കാര്യം നടന്നപ്പോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഏറ്റവും അധികം സന്തോഷമുണ്ടായത് രണ്ട് കാര്യം നടന്ന ദിവസം. നമുക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടായത് നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് ഏറ്റവും അധികം സന്തോഷം ഹജ്ജിന് പോയവരെ സംബന്ധിച്ചിടത്തോളം കഅബാലയം ആദ്യം ഒന്ന് കാണുന്ന സമയത്തെ സന്തോഷമുണ്ട്. അള്ളാഹു പോകാൻ തൗഫീക്ക് തരട്ടെ. ഒരുപാട് സാധുക്കളാണ് മക്കയിലും മദീനയിലും ഏറ്റവും കൂടുതൽ എത്തുക. പണക്കാരല്ല, പണക്കാർ വളരെ കുറച്ചു മാത്രമേ എത്തുന്നുള്ളൂ. നിയ്യത്ത് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത് പൊട്ടിക്കരഞ്ഞാൽ മതി, ഇൻഷാ അല്ലാഹ് മക്കയിലും മദീനയിലും അള്ളാഹു എത്തിക്കും. അങ്ങനെ എത്തിച്ചവരുണ്ട്, എത്രയോ പേരുണ്ട്. വെറും സാധുക്കൾ, പാവപ്പെട്ടവർ. അള്ളാഹു ഈ സദസ്സിൽ വന്ന ഒരുപാട് സാധുക്കൾ, കടം കൊണ്ട് വലഞ്ഞവർ, ചെറ്റക്കൂരയ്ക്കകത്ത് കഴിയുന്നവർ, മോളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാത്തവർ. ഇവിടെയൊക്കെ എന്തൊരു അത്ഭുതം! അതൊക്കെ രണ്ട് കാര്യം നടന്ന സമയമാണ് ഏറ്റവും അധികം എനിക്ക് സന്തോഷം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഒന്നെപ്പോഴെന്നറിയുമോ? മക്കാ മുകറമയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആയിരക്കണക്കായ ജനങ്ങൾ ഒന്ന് തൊട്ടുമുത്താൻ, ഒന്ന് മുത്തം കൊടുക്കാനൊന്ന് കൈകൊണ്ട് തൊടാൻ മത്സര ബുദ്ധിയോട് പരിശ്രമിക്കുന്ന, കാത്തിരിക്കുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, ആ കല്ല് യഥാസ്ഥാനപ്പെടുത്തി വെക്കാൻ എന്നെ തീരുമാനിക്കപ്പെട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം. ഒരു നാടിന്റെ അടിയും ഫിത്നയൊക്കെ തീർത്തുകൊണ്ട് പൊന്നാര നബി തങ്ങളുടെ കൈകൊണ്ട് ഹജറുൽ അസ്വദ് എടുത്തു വെച്ച ദിവസം, അതെനിക്ക് വല്ലാത്ത സന്തോഷം. രണ്ടാമത് ഏറ്റവും അധികം ഞാൻ സന്തോഷിച്ചതെന്നറിയോ? സഹാബത്തിനോട് പൊന്നാര നബി തങ്ങൾ പറയുകയാണ്, അഭിമാനത്തോടെ പറയുകയാ, രണ്ടാമത് ഞാൻ ഏറ്റവും സന്തോഷിച്ചതെന്നറിയോ? ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ എനിക്കെന്റെ പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പ്രസവിച്ചു തന്ന ദിവസമാണ് സഹാബത്തെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ച ദിവസം, എനിക്കൊരു പെൺകുട്ടിയെ കിട്ടിയ ദിവസം എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആൺകുട്ടിയെയാണോ പെൺകുട്ടിയാണോ ഉമ്മച്ചി വാപ്പച്ചി ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്? പെൺകുട്ടി പറക്കുമ്പോഴാണ് ഒരു പിതാവ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. ഏറ്റവും പെൺകുട്ടി ഒരു അനുഗ്രഹം തന്നെ. പക്ഷെ നമ്മളോ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. ഭാര്യ പ്രസവിച്ചോ? ഇല്ല, അകത്തോട്ട് കയറ്റി ദുആരക്ക്. ആ സുഖമായിട്ട് നടക്കട്ടെ. അല്ല, സുഖമായിട്ട് നടന്നപ്പോ ഒരു ആൺകുട്ടിയെ തന്നെ കിട്ടണം, ദുആരക്ക്. എല്ലാരോടും ഇതാ പറഞ്ഞു.
അങ്ങനെ എല്ലാരോടും പറയും. അവസാനം കാത്തിരുന്ന് അവിടുത്തെ കുട്ടി പിന്നെ ആൺകുട്ടിയായി. എന്റെ കുട്ടിയാണോ? എന്റെ ഒന്നും ആയില്ലടാ, ഒന്ന് ദുആയിച്ചോട്ടോ. അങ്ങനെ എല്ലാരോടും ഇങ്ങനെ പറയും. എല്ലാവർക്കും ആൺകുട്ടി. അവസാനം അവന് മാത്രം പെൺകുട്ടി. അവനിങ്ങനെ സങ്കടം മുട്ടി ഇങ്ങനെ ഇരിക്കണം. അല്ലാ, ഇനി എവിടെ പോവാ റബ്ബേ, പൊന്നും പണവും പണ്ടാരൊക്കെ ഉണ്ടാക്കിയ റബ്ബേ, ഇത് എന്നെ കൊണ്ട് പോടുന്നത്. എവിടെ ഈ പെണ്ണിനെ മാത്രം എവിടെ നിന്ന് ഇങ്ങനെ പ്രസവിക്കണം, ഇങ്ങനെ വരിക. ആദ്യത്തെ പെണ്ണ്, രണ്ടാമത്തെ പെണ്ണ്, ഇത് എവിടെ കിടക്കണം റബ്ബേ, ഇതെല്ലാം പെൺകുട്ടിയാണല്ലോ. ഇങ്ങനെ സങ്കടം. എന്നാ ആൺകുട്ടി പറഞ്ഞവനെ ഓടുകയാണ്. ലഡു ലഡു എല്ലാവർക്കും. പെൺകുട്ടി പറഞ്ഞവനോ അവൻ ഓടിപ്പോയിട്ട് 10 ഗ്യാസ് മിഠായി വാങ്ങിച്ചു. പണ്ടൊരു ഗ്യാസ് മിഠായി ഉണ്ടല്ലോ പച്ച കളറിൽ, അതാണ് പെൺകുട്ടിക്ക്. ആൺകുട്ടിക്ക് ലഡുവാ, ജിലേബി. അപ്പോ അതൊക്കെ കൊണ്ട് കൊടുക്കും. പെൺകുട്ടിക്കാണ് അത് കൊടുക്കേണ്ടത് പ്രിയപ്പെട്ടവർ. പെൺകുട്ടി പറക്കുമ്പോ കൊടുക്കും. ഖുർആൻ പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, ഒരു പെൺകുട്ടി പിറക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. സന്തോഷ വാർത്ത എന്നാ പറഞ്ഞ പെൺകുട്ടി ജനിക്കണതിനെ കുറിച്ച്. അതുകൊണ്ട് പെൺമക്കള് ഉള്ളത് സന്തോഷമാണ്. പുന്നാര നബി തങ്ങൾ പറഞ്ഞല്ലോ, സാധുവായ മാതാപിതാക്കൾ ഒരു പെൺകുട്ടിയെ വളർത്തി പ്രായപൂർത്തിയാകുന്നത് വരെ 3 പെൺമക്കളെ പോറ്റി വളർത്തിയിട്ടവർക്ക് അനുയോജ്യരായ ഇണകളുടെ കരങ്ങളിലേക്ക് അവരെ പിടിച്ചു കൊടുത്താൽ അത് കാരണമായിട്ടവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതം ഇസ്ലാമിന്റെ ബന്ധങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കണം. ഇല്ല തോന്നിയ പോലെ നടന്നാൽ പിന്നെ എങ്ങനെ സ്വർഗത്തിൽ പോകാൻ ഇതൊരു എളുപ്പ വഴിയാ. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബിയെ 2 പെൺമക്കളെ ആണെങ്കിലും മൂപ്പർക്ക് 2 ഉള്ളൂ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, 2 ആണെങ്കിലും ശരിയാ. വേറൊരു സഹാബി പറയാൻ, എനിക്കൊരു പെൺകുട്ടിയേ ഉള്ളൂ, പക്ഷെ നബി തങ്ങളോട് ചോദിക്കാൻ എനിക്ക് ലജ്ജ ആയിപ്പോയി. ഒരു പെൺകുട്ടിയാണെങ്കിലോ നബി എന്ന് ചോദിക്കാൻ ഒരു ലജ്ജ ആയിപ്പോയി. 2 പെൺകുട്ടികളോട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കാം. നമ്മളാണെങ്കിലോ എല്ലാ ആൺകുട്ടി ആയിരുന്നെങ്കിലും നമ്മളാണ്. ആ പെൺകുട്ടികളെ കിട്ടുന്നത് നല്ല നല്ല ഏറ്റവും നല്ല പടച്ചോന്റെ ഇഷ്ടമുള്ളവർക്കൊക്കെ അല്ലാഹു ഇങ്ങനെ പെൺമക്കളെ കൊടുക്കാറുണ്ട്. എല്ലാരും പറയുന്നത് എന്താണെന്നറിയോ? പെൺകുട്ടികൾക്കാണ് സ്നേഹം, പെൺകുട്ടികൾക്കാണ് സ്നേഹം. അത് പിന്നെ പറയാനുണ്ടോ? പെണ്ണൊരു വീടിന്റെ ഐശ്വര്യമാണ് പ്രിയപ്പെട്ടവര്, അത് യാതൊരുവിധ സംശയവുമില്ല. കോഴിക്കോട് ജില്ലയുടെ മെഡിക്കൽ കോളേജിനകത്ത് നടന്ന സംഭവം നിങ്ങൾക്കറിയോ? 4ാമത്തെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലേക്ക് കടത്തിക്കൊണ്ടുപോയ കോഴിക്കോട് ജില്ലയുടെ ഒരു മുസ്ലിം പെണ്ണ് തന്റെ സിസ്റ്ററോട് പറയാണ്, എനിക്കിത് ആൺകുട്ടിയാവാം, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനോട് ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ, ഇത് ആൺകുട്ടിയാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ. 3 പെൺകുട്ടികളാണ്. ലേബർ റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോയ പ്രിയപ്പെട്ട സഹോദരി പ്രസവം കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചത് പെണ്ണാണോ ആണാണോ എന്നാണ്. മരണവേദന അനുഭവിക്കുന്ന പ്രസവമുണ്ടല്ലോ, ആ പ്രസവത്തിന്റെ വേദന പോലും മറന്ന് പിറന്നു വീഴുന്ന കുഞ്ഞാണാണോ എന്നറിയാനുള്ള ആവേശത്തോടുകൂടി ചോദിച്ചപ്പോ അവര് പറഞ്ഞു, പെങ്ങളെ 4ാമത്തതും പെൺകുട്ടിയാ. ഉടനെ ആ മുസ്ലിം പെണ്ണ് പറഞ്ഞെന്തെന്നറിയോ? കോഴിക്കോട് ജില്ലയുടെ മുസ്ലിം പെണ്ണ് പറഞ്ഞെന്തെന്നറിയോ? പഠിക്കണം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനെ തട്ടിക്കളഞ്ഞിട്ട് സിനിമാ ലോകങ്ങളുടെ പിന്നാലെ കോലം കെട്ടി ജീവിച്ചാ പോരെ പൊന്നുപോലെ. ആ പാവപ്പെട്ട മുസ്ലിം പെണ്ണ് സിസ്റ്ററോട് പറയാ, എന്നെ വിഷം കുത്തിവെച്ച് നിങ്ങളൊന്ന് കൊന്നു തരുമോ? 4ാമത്തതും പെൺകുട്ടിയായ എന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറ്റില്ല എന്നോട് പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് എന്നെ ഒന്ന് വിഷം കുത്തിവെച്ച് കൊല്ലുവോ എന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ അല്ലാഹു തരുന്നതല്ലേ, അല്ലാഹു തരുന്നതല്ലേ. 2 കൈയും നീട്ടി സ്വീകരിച്ചൂടെ? പെണ്ണ് വീടിന്റെ ഐശ്വര്യമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു പെണ്ണ് തലമറച്ചുകൊണ്ട് യാസീൻ ഓതുമ്പോ, ഒരു പെണ്ണുപ്പാക്ക് ചായ കൊണ്ട് കൊടുക്കുമ്പോ, ഒരു പെണ്ണുപ്പാന്റെ കാല് തടവി കൊടുക്കുമ്പോ, ഒരു പെണ്ണുപ്പാക്ക് പത്തിരി വിളമ്പി കൊടുക്കുമ്പോ, ഒരു പെണ്ണ് ഉപ്പാക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെക്കുമ്പോ, തിളപ്പിച്ചു വെക്കുമ്പോ, ഒരു പെണ്ണതാ ഉപ്പാന് വേണ്ടി ദുആ ചെയ്യുമ്പോ, ഒരു പെണ്ണ് തന്നെ കെട്ടിച്ചേക്കാൻ തന്നെ നിക്കാഹ് നടത്താൻ കഷ്ടപ്പെട്ട പരിശ്രമിച്ച പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് കടക്കുമ്പോ ഒരു പിതാവിന് കിട്ടുന്നത് വല്ലാത്ത പർവ്വത സമാനമായ പ്രതിഫലമാണ്. അത് മറക്കരുത്. അതുകൊണ്ട് പെൺകുട്ടികൾ നല്ലതാണ്. അപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പിറന്ന ദിവസം, പിറന്നത് അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസം. മാത്രമല്ല പൊന്നാര നബി തങ്ങൾ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ
നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ സമ്മാന പൊതികൾ വാങ്ങിക്കൊണ്ട് പോവാണല്ലോ. മക്കൾക്ക് കൊടുക്കാൻ മുട്ടായി വാങ്ങുന്ന, മക്കൾക്ക് കൊടുക്കാൻ ആപ്പിൾ വാങ്ങുന്ന പ്രിയപ്പെട്ട ഉപ്പാ, വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചപ്പോൾ വീടിനകത്ത് നിൽക്കുന്ന മക്കൾ വല്ലാത്ത സന്തോഷത്തിലായി ഉപ്പച്ചി വന്നേ ഉപ്പച്ചി വന്നേ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുള്ളിച്ചാടുക. ഉടനെ ഭാര്യ വന്ന് ഡോറ് തുറന്ന ഉടനെ പ്രിയപ്പെട്ട പിതാവ്, ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്. ഇപ്പോ കലാം സാഹിബ് വീട്ടിലേക്ക് ചെന്നു, 5 ഐസ്ക്രീമുമായി കൊണ്ട് ചെന്നു, ഇല്ലെങ്കിൽ 10 ഐസ്ക്രീമുമായി കൊണ്ട് ചെല്ലാൻ വീട്ടിൽ. ഡോറ് തുറന്നതും ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. എല്ലാരും വന്ന് നിന്നു. ആരെയാണ് ആദ്യം എടുത്തിട്ട് സമ്മാനം കൊടുക്കേണ്ടത്? ആർക്കാ? പെൺകുട്ടിക്കാണ് ആദ്യമെടുത്ത് സമ്മാനം കൊടുക്കേണ്ടത്. സഹോദരങ്ങളെ, ഇത് പഠിപ്പിക്കുന്നത് ഇസ്ലാമാണ്. എന്റെ കാസർഗോഡ് ജില്ലയിലെ പവ്വലെന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് നേരം പുലർന്നിട്ട് ഇത്രയും സമയമായല്ലോ, ഒരു സലാത്ത് നിന്റെ ഹബീബിന് വേണ്ടി ചൊല്ലിയിട്ടുണ്ടോ? നിന്റെ ഉപ്പച്ചി കൊണ്ടുവരുന്ന ഒന്നാമത്തെ സമ്മാനം നിനക്ക് തരണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച ഹബീബ് നിന്നെയാണ്. മക്കളിൽ പെണ്ണെ, നിന്നോടാണ് ഏറ്റവും അധികം സ്നേഹം തരേണ്ടതെന്ന് ലോകത്തിന്റെ നെറുകയിൽ വാക്കുകൾ കൊണ്ട് സമ്മാനം സമർപ്പിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഇന്നൊരു 10 സലാത്തെങ്കിലും ചൊല്ലാ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇദാ ദഖലത്ത് ഇലൈഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ മഹദി കടന്നു വരുമ്പോ ആരംഭപ്പൂവായ നബിതങ്ങൾ അവരെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ആ ഒരു ബഹുമാനം പുന്നാര നബിതങ്ങളാ കൊടുത്തത്. നമ്മൾ ഇന്ന് ചവിട്ടിത്തേക്കുകയല്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മറന്നുപോയ മനസ്സുകളിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആല ഞാൻ തിരിച്ചു തരികയാ. മറക്കല്ലേ. ലോകത്ത് ഇതുപോലെ ഒരു മകളെ സ്നേഹിച്ച പിതാവിന് നമുക്ക് കാണാൻ കഴിയില്ല. ഇതുപോലെ ഒരു മോളെ സ്നേഹിച്ച ഉപ്പാന്റെ ജീവിതം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സ്വർഗം പണിഞ്ഞു കൊടുക്കട്ടെ, സ്വർണ്ണ കൊട്ടാരം പണിഞ്ഞു കൊടുക്കട്ടെ. എന്നാലും ഹബീബ് തന്റെ പൊന്നുമോളെ ഇഷ്ടപ്പെട്ട പോലെ ഇഷ്ടപ്പെടാ ലോകത്തൊരു പിതാവിനും കഴിയില്ല. അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊന്നാര നബിതങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹവും അങ്ങനെ തന്നെയാണ്. നമുക്കറിയുമല്ലോ, മക്കാ മണലാരണ്യത്തിന്റെ പുണ്യ മണൽപ്പരികളില് പ്രബോധനത്തിന്റെ പ്രഥമ കവാടം തുറന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വന്നപ്പോ എത്ര ഉപദ്രവങ്ങളാ ഏറ്റുവാങ്ങിയത്, എത്ര കഷ്ടപ്പാടുകളാ, എത്ര നൊമ്പരങ്ങളാ, എത്ര പരിഹാസ ശരത്തിന്റെ കൂരമ്പുകളാ. പൊന്നാര നബിതങ്ങളുടെ അകക്കാമ്പ് തളച്ചുകൊണ്ട് ഇരച്ച് കയറിപ്പോയത്. അവിടെയല്ല അല്ലാഹുവിന്റെ ഹബീബിന് ആശ്വാസമായി ഓടിയെത്തിയത് ലോകത്തിന്റെ നായകന്റെ പൊന്നുമോൾ ഫാത്തിമത്തു സുഹ്റാ. മഹിമയിടും ദീനിന്റെ മലർവനിതൻ പൂവായി മഹ്മൂദർതൻ കൽബായി പിറന്നൊരു ബീവി. മക്കാ മണൽത്തനികൾ പോലും മധുരയും പൂവി, മധുരയും പൂവി. കഅബാലയത്തിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്ത് കിടന്ന പ്രവാചകന്റെ കഴുത്തിലേക്ക് ചീഞ്ഞടിഞ്ഞ 3 ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ടു ശത്രുക്കൾ. അത് ആദ്യം എടുത്തുയർത്താൻ വേണ്ടി കരഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ടതാരാ? പൊന്നാര നബിതങ്ങളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മഹദിയായ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹ. കുഞ്ഞു കരങ്ങൾ കൊണ്ട് എടുത്തുയർത്താൻ പറ്റണില്ല, വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അല്ലാഹുവിന്റെ ഹബീബും തമ്മിൽ ഒരുപാട് അകന്നിരുന്നിട്ടുണ്ട്. ആകെ അകന്നിരുന്നത് ആ ചരിത്രത്തിൽ ഒരൊറ്റ സമയം മാത്രമാണ് ഏറ്റവും കൂടുതൽ അകന്നിരുന്നു. അതുകൂടി പറഞ്ഞിട്ട് മാതൃകകളിലേക്ക് വരാം. എന്തൊക്കെയാണ് പഠിക്കേണ്ട പാഠങ്ങൾ, ഇതുകൂടി പറഞ്ഞിട്ട് വേണം. ഒരുപാട് അകന്നിരുന്നിട്ടില്ല, ആകെ അകന്നിരുന്നത് ഹിജ്റയുടെ സമയത്താണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നൊടുക്കാൻ വീടിന് ചുറ്റും ശത്രുക്കൾ നിൽക്കുമ്പോ അലി റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ കിടക്കയിൽ കിടത്തിയിട്ട് അള്ളാന്റെ ഹബീബ് രക്ഷപ്പെട്ടു പോയ, ശത്രുക്കളുടെ മുഖത്തേക്ക് മണ്ണുവാരിയിട്ട് രക്ഷപ്പെട്ടു പോയ ചരിത്രം നമുക്കറിയാം. ഹിജ്റ പോകുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഞാൻ പോവാൻ, ഞാൻ മദീനത്തേക്ക് പോവാൻ. മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയതാണല്ലോ ഹിജ്റ എന്ന് പറയാം. മക്കയിൽ ജീവിക്കാൻ നിവർത്തിയില്ലാതെ അള്ളാന്റെ അനുമതിയോടെ മദീനത്തേക്ക് താമസിക്കാൻ പോയി സഹാബത്ത് മുത്തുനബി. ഈ പൊന്നാര നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഞാൻ പോവാൻ, നീ ഒറ്റയ്ക്കാണ് ഇവിടെ, നീ സങ്കടപ്പെടരുത്, നീ നാളെ കുറെ ദിവസങ്ങൾക്ക് ശേഷം നീ മദീനയിലേക്ക് എത്തേണ്ടത് വളർത്തുമകനായ പൊന്നാര നബി തങ്ങളുടെ വളർത്തുമകനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. ഇവരുടെയൊക്കെ ചരിത്രങ്ങളൊക്കെ, ഈ സയ്യിദ് റളിയല്ലാഹുവിന്റെ ചരിത്രമൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. കുറച്ച് സഹാബത്തിന്റെയും 1-2 പ്രവാചകന്മാരുടെയും ചരിത്രം പഠിച്ച് ഇസ്ലാമിക അധ്യാപനം നമ്മളങ്ങ് ഒതുക്കി വെക്കരുത്. സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വളർത്തുപുത്രനാ. അപ്പൊ നിന്നെയും കൊണ്ട് മദീനയിലേക്ക് സയ്യിദ് വരും, എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെയാണ് ഹിജ്റ പോവുക. ഫാത്തിമ റളിയല്ലാഹു അൻഹ മദീനയിൽ മക്കയിൽ ഒറ്റപ്പെട്ടു. സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവും തമ്മിൽ തീരുമാനമെടുത്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ മദീനയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളാരും പെട്ടെന്ന് കടന്നു വരാ സാധ്യതയില്ലാത്ത സ്ഥലത്തു കൂടിയാ കൊണ്ടുപോകുന്നത്. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കാത്തിരുന്നിട്ട് കഴിയാത്തതിന്റെ അസഹ്യമായ ബുദ്ധിമുട്ട് മനസ്സിന്റെ അകത്ത് നിറഞ്ഞു തുളുമ്പുമ്പോ ആ വിഷമവും ആ വൈരാഗ്യവും ആ വാശിയും ആ ദേഷ്യവും ആ കോപവും തീർക്കാന്, പക വീട്ടാന്, പക പോറ്റാന് അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോൾ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അങ്ങനാണെങ്കിൽ ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ തീരുമാനിച്ചു, വഴിയിൽ തടയാൻ തീരുമാനിച്ചു. ഒരൊട്ടകത്തിന്റെ പുറത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു, അടുത്ത ഒട്ടകത്തിന്റെ പുറത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ, രണ്ടുപേരും പോവാൻ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ധൈര്യമായിട്ട് വന്നോ, വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്നെ അള്ളാന്റെ ഹബീബ് നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പൊന്നുപോലെ കാക്കാൻ. മദീനത്തൊരു പോറലില്ല, നിന്നെ കൊണ്ടെത്തിക്കണം, എന്റെ ഡ്യൂട്ടിയാണ്. ആ സമയത്തൊരു ഇസ്ലാമിന്റെ ശത്രു അത് കണ്ടു. ഒളിച്ചിരുന്നു കൊണ്ട് ആ വാർത്തയറിഞ്ഞ ഇസ്ലാമിന്റെ ശത്രുവത ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറി. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, അല്ലയോ ഇസ്ലാമിന്റെ ശത്രുക്കള്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടിയില്ലെങ്കിൽ എന്താ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളുണ്ടല്ലോ, ആ പ്രവാചകൻ എന്ന് പറയുന്നയാളിന്റെ കരളാണ്, കരളിന്റെ കഷണമാ. അതുകൊണ്ടാ ഫാത്തിമനെ കൊല്ലാ, ആ ഫാത്തിമയുടെ കൈവെട്ട, ആ ഫാത്തിമയുടെ കാലുവെട്ട, ആ ഫാത്തിമയുടെ കഴുത്ത് വെട്ടിയെടുത്ത് ഈ മക്കയുടെ മുറ്റത്ത് കൊണ്ടുവന്ന വാളിന്റെ തുമ്പത്ത് ഓർത്ത് വെച്ചിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് തട്ടിക്കളിക്കാ. ഇതാ ഒരവസരം വന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഓടി വരണേ എന്ന് പറഞ്ഞിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഊരിപ്പിടിച്ച വാളും കൊണ്ട് ഇറങ്ങി വരികയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഓടി വരിക, ഊരിപ്പിടിച്ച വാളും. ഒട്ടകം തടഞ്ഞു നിർത്തി, ഇറങ്ങടാന്ന് പറഞ്ഞു. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാറടാ. ഉടനെ ഇയാൾ പറഞ്ഞില്ല, ഞാൻ എന്റെ കൂട്ടുകാരൊക്കെ വരുന്നത് വരെ നിന്നെ ഇവിടെ തടഞ്ഞു നിർത്തും, എന്നിട്ട് നിന്നെയും ഫാത്തിമയെയും ഈ മണലാരണ്യത്തിലിട്ട് വെട്ടി 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 അരിഞ്ഞ് മുഹമ്മദിനോടുള്ള പക വീട്ടുമെന്ന് പറഞ്ഞപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് നിന്ന് ചാടി താഴോട്ടിറങ്ങി. എന്നിട്ട് പറയാൻ, ഇത്രയും സഹാബത്തുള്ളപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ എന്നെ ഏൽപ്പിച്ചത് എന്തെന്ന് നീ ചിന്തിക്കാത്തതെന്താ ചീത്താനെ? ഇത്രയും ആളുണ്ട്, എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ എന്നെ ഏൽപ്പിച്ചിട്ട് നീ മദീനത്ത് കൊണ്ടുപോവാ ചെയ്തെന്ന് എന്നോട് പറയണമെങ്കിൽ ഞാൻ ആള് പുലിയല്ലേ? അപ്പോ വഴിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായ തടുക്കാൻ പറ്റുന്ന ഒരാള് വെറുതെ ഇറച്ചിക്കോഴി പോലെ പെരുത്തിരുന്നതല്ല. ആര്? സയ്യിദ് റളിയല്ലാഹു അൻഹു, ചുണക്കുട്ടനാ. ഇസ്ലാമിന്റെ യുവാക്കളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ശരിക്കും നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദീനിന്റെ വക്താക്കളാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അള്ളാഹു തന്ന ആ ശരീരത്തെയും ആരോഗ്യത്തെയും നിങ്ങൾ സംരക്ഷിക്കണം കേട്ടോ. കള്ളുകുടിച്ചുകൊണ്ട് ആരോഗ്യത്തെ നശിപ്പിക്കല്ല മോനെ.
പരിശുദ്ധ റമളാൻ അങ്ങോട്ട് കഴിയുമ്പോ തന്നെ തലയിലിരിക്കുന്ന തൊപ്പി അങ്ങോട്ട് ഊരി വെച്ചിട്ട് കള്ളുഷാപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ ഒരു ലജ്ജയുമില്ലാത്ത ചെറുപ്പക്കാരായി ഈ സമുദായത്തിന്റെ യുവത്വം അതപ്പതിക്കല്ലേ. അല്ലാഹു പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ നാടുകളിൽ പെരുന്നാളിന്റെ ഉസ്താദിനെ മുസാബത്ത് ചെയ്തിട്ട് ചെറുപ്പക്കാരുടെ കരച്ചിലുണ്ട്. ഇവിടെ ഉണ്ടോ അങ്ങനെ മുസാബത്ത് അങ്ങനെ ഈ യുവാക്കൾ എന്തിനാ മൊയിലാരെ കെട്ടിപ്പിടിച്ച് കരയാ? ആലോചിച്ചു. ഉസ്താദ് മരിക്കാൻ പോവാ, പിന്നെ പോയിട്ട് ഉസ്താദ് വരില്ലേ? ഉസ്താദിന് ലീവ് എന്ന് പറയുന്ന സാധനം ഉസ്താദിന് ഇല്ലല്ലോ, അറിയാം. പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോ ജമാഅത്ത് സെക്രട്ടറി വന്നിട്ട് പറയും, ഉസ്താദെ അസ്സലാമു അലൈക്കും, നാളെ അസറിനും എത്തൂലേ? ഞാനിവിടെ ഒരാഴ്ച കാണുള്ളൂ, ഞാൻ അബുദാബിയിൽ മക്കളോട് ടൂർ പോവാ, മുപ്പർക്ക് പെരുന്നാൾ ആഘോഷം, മൊയിലാർക്ക് പെരുന്നാളില്ല, അസറിന് നാളെ എത്തും. അപ്പൊ എല്ലാവർക്കും ലീവ് കുറവാ. കളിയാക്കുന്ന സെക്രട്ടറി ഒക്കെ കൂടി ഇരിക്കാൻ കളിയാക്കിയ പരിഹസിയൊന്നും അല്ല, പിന്നെ മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും പറയാനുള്ള ശൈലി പറഞ്ഞെന്ന് മാത്രമേ. അപ്പൊ അങ്ങനെ ലീവ് കുറവാണല്ലോ. അപ്പൊ നിങ്ങൾ പറയും മൊയിലാർക്ക് ലീവ് കൊടുത്താ പള്ളിയിൽ ആരാ നിസ്കരിക്കുവാന്ന? അതിനൊന്നും മറുപടി ഇല്ല പ്രിയപ്പെട്ടവരെ, എന്തോ ആവട്ടെ പോട്ടെ. അപ്പോ ഈ ഉസ്താദ് ഇങ്ങനെ പോയിട്ട് നാളെ അസറിന് വരാൻ പോണ മുസ്ലിയാരെ കെട്ടിപ്പിടിച്ച് കരയേണ്ട വല്ല കാര്യമുണ്ടായി? എന്തിനാന്ന് പറയുക കരയാ? അസ്സലാമു അലൈക്കും ഉസ്താദെ, വിധിയുണ്ടെങ്കിൽ അടുത്ത റമളാന് കാണാം. നമ്മൾ ഇറങ്ങുകയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്, ഇനി അടുത്ത റമളാൻ. അസ്സലാമു അലൈക്കും യാ കഞ്ഞി, അസ്സലാമു അലൈക്കും യാ ഈത്തപ്പഴത്തിന്റെ കുരു. സലാം പറഞ്ഞ് ഇറങ്ങുകയാണ്, ഇനി അടുത്ത റമളാന് വിധിയുണ്ടെങ്കിൽ നമുക്ക് കാണാം. പോക്കാം, അങ്ങനെ പോവാണ്. നമുക്ക് അങ്ങനെ പോയാൽ പറ്റൂല. നമുക്കൊരു മാറ്റം വേണം. ഇവിടുന്ന് അതിന് വിളിക്കാമെന്ന കൂട്ടുകാരിൽ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ഉസ്താദെ, ഉസ്താദിന്റെ തിരുനബിയുടെ വസിയത്തും വഫാത്തും എന്ന വിഷയമുണ്ടല്ലോ, ആ വിഷയം കേട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കണമെന്ന് തീരുമാനിച്ചവനാ ഞാൻ. ഒരുപാട് മനസ്സ് പതറിപ്പോയിക്കൊണ്ടിരുന്നവനാ, ഒരുപാട് ചിന്ത ചിതറിക്കൊണ്ടിരുന്നവനാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനത്തെത്താൻ കരഞ്ഞുകൊണ്ട് കൊതിയോടെയൊന്നും കാത്തിരിക്കുന്നവനാ ഞാനെന്ന് പറഞ്ഞു പോയെങ്കിൽ ആ പരിവർത്തനമാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വരാനുള്ളത്. അതിനുവേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ഈ യുവാക്കൾക്ക് വേണ്ടി അത് പറയുന്നത്. ഈ പള്ളിക്കകത്ത് യുവാക്കൾ നിറഞ്ഞു കവിയട്ടെ. അല്ലാഹുവിന്റെ മക്കയിലും മദീനയിലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നിറഞ്ഞൊഴുകട്ടെ. റൗള ശരീഫിന്റെ മുറ്റത്ത് ആയിരക്കണക്കാരെ ചെറുപ്പക്കാർ പോയി സലാപ്പ് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ എന്ത് ഇഷ്ടമാകുമെന്നറിയുമോ? അതാണ് നമുക്ക് ആവശ്യമുള്ളത് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഉള്ള ആരോഗ്യം സിനിമാ ലോകത്തിന് കൊണ്ടുപോയി നശിപ്പിച്ച് കളയാറ്, ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോയി നശിപ്പിച്ച് കളയാറ്. കാസർഗോഡ് റിലീസാകുന്ന മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പടം ഒന്നാമത്തെ ടിക്കറ്റ് എടുത്ത് കാണണമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ജുമാ പോലും മുടക്കിയിട്ട് തക്ബീർ വിളിച്ച തിയേറ്ററിന്റെ മുന്നിൽ കുപ്പിയെടുത്തുകൊണ്ട് കൂട്ടം കൂടുന്ന ചെറുപ്പക്കാരാ, ഇനിയത് വേണ്ട പോലെ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ മാതൃകയാക്കിക്കോ. നിന്നെ പോലെ വിചാരങ്ങളുള്ള സയ്യിദ് ആ ഇസ്ലാമിന്റെ ശത്രുവിന്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയുകയാ, ധൈര്യമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ ശരീരത്തില് ഒരു പോറെങ്കിലും ഏൽപ്പിക്കാ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യടാ. ഈ സയ്യിദിന്റെ റൂഹുള്ളിടത്തോളം കാലം എന്റെ ഫാത്തിമനെ തൊടാ നിനക്ക് കഴിയില്ലടാ. സയ്യിദ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തതാ.